അബ്ദുല്ലറഹ്മാൻ ഇബ്നു ഔഫ് ഒരു ദിവസമിൽ കടക്കുന്നതായി തിരു മുസ്തഫ നബി ഹദറത്തിൽ എന്തോ പുരണ്ടിരിക്കുന്നു മുണ്ടിൽ അന്ന്. അതു കണ്ട് നബി ചോദിച്ചിതെന്താണെന്ന്. കല്യാണമൊന്നു കഴിച്ചു കൊണ്ടാ വന്നത്, മണവസ്തു പൂശിയ മഞ്ഞ നിറമാ കണ്ടത്. ഉടൻ തന്നെ നബി പറയുന്നു, സദ്യ നടത്തണം, ആടുന്നു മതി അതിനെങ്കിലും അത് ചെയ്യണം. ധനാഢ്യനായ വ്യവസായിയാ താനെന്ന് അറിഞ്ഞിട്ട് പോലും പറഞ്ഞതോ ആടൊന്ന്. താൻ മുസ്തഫ നബിയോടടുത്ത സഹാബിയ, നബിക്കും മഹാനോടിഷ്ടമുള്ളൊരു പുള്ളിയാ. എന്നിട്ട് പോലും താൻ വിവാഹം ചെയ്തത് നബിയോട് ചോദിച്ചില്ല, ഓർക്കണമേ ഇത്. നിറം കണ്ടു ചോദിച്ചാണ് നബി അറിയുന്നത്, പിന്നെന്തിനാണിതിനിത്ര കാടിളക്കുന്നത്? പ്രാധാന്യമുള്ളവയൊക്കെയും നബിയോട് ചോദിക്കലാണ് സ്വഹാബികൾ നിലപാട്. മിഷ്കാത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, ശൈഖാനി റിപ്പോർട്ടുള്ളതായി തെളിയുന്നതാ. കല്യാണം ഇതുപോലെ നടത്തൽ വേണ്ടത്, തിരു മുസ്തഫ കാണിച്ച മാർഗം തന്നത്. ഒരു വിവരവും ഇല്ലാതെ എന്തിന് നാക്കിനെ കയറൂരി വിട്ടിരിക്കുന്നു മേയാൻ അന്യനെ. ഇരുന്നിട്ട് പാത്തുന്നവനെ വിമർശിക്കുന്നത് ശരിയല്ല, നിന്നാണോ അവൻ പാത്തേണ്ടത്? മതിയാകുമല്ലോ 3 കല്ലൊരടുപ്പിനെ 300 കല്ല് സഹോദരാ, പിന്നെന്തിന്? അതുപോലെ തൂണും 4 മതി ഒരു ഷെഡിന്, 400 തൂണിന് പണിപെടുന്നതും എന്തിന്? അതുകൊണ്ട് 3 കഴിച്ച് ബാക്കി കല്ലുകൾ കൊടുക്കേണ്ടതാണില്ലാത്തവർക്ക് അടുപ്പുകൾ. 300 കല്ലും ചേർത്തു വെച്ചാൽ തന്നത് 3-ൻ്റെതല്ലാതെന്തു ഫലമാണുള്ളത്? 300 കല്ലാണെൻ്റെ അടുപ്പിനെന്നറിയണം, അതിനുള്ള ചെലവാണ് മിതമെന്ന് നീ ഓർക്കണം. ഇതുപോലെ തന്നാണ് നിക്കാഹും എന്ന് അറിയുന്ന പക്ഷം വിജയമായി നിനക്കന്ന്. പണക്കാരിതാദ്യം തന്നെ ലളിതമിലാക്കണം, മറ്റുള്ളവർക്കത് മാതൃകയാകണം. എന്നാൽ ക്ഷണം രോഗം ഇതും ശിഫയാകും, റബ്ബിൻ്റെ അടുക്കൽ അവർക്ക് വിജയവുമാകും. അവർക്കുള്ളതോ 3000 കല്ലിട്ടതാ, 300-നെങ്കിലും പൊതുജനം തുനിയുന്നതാ. 300-ലായാൽ 30 കുറയുന്നതാ, വെറും 3-ലായാൽ പിന്നതിൽ കവിയാത്തതാ. അതിനാൽ പണക്കാരെ ഇലാഹിൽ നിന്ന് ഗുണമോർത്ത് അമിതമൊഴിക്കണേ പെട്ടെന്ന്. പണം തീർന്നു പെട്ടിയിലെന്നു കണ്ടാൽ സ്വപ്നമിൽ അവൻ്റെ ആയുസ്സും തീർന്നെന്നും ആ വ്യാഖ്യാനമിൽ.